2020-ലും 2018-ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. R ഒരു റിംഗ് ആണ് വിത്ത് യൂണിറ്റി ആൻഡ് n ഈസ് എൻ ഐഡിയൽ ഓഫ് R കണ്ടെയ്നിങ് എ യൂണിറ്റ് ദെൻ n ഈക്വൽ ടു R. അങ്ങനെയാണെങ്കിൽ n Rന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. എന്താ ഐഡിയൽ? ഐഡിയൽ നമുക്കറിയാം, ഇപ്പോൾ ഇതിൽ n ഒരു ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ ഈ R എന്ന് പറഞ്ഞ ഈ റിങ്ങിൽ n ഐഡിയൽ ആണെങ്കിൽ ഈ Rലെ ഏത് എലമെൻറ്റും ഈ R എന്നുള്ള ഈ റിങ്ങിലെ ഏത് എലമെൻറ്റും ഈ n-ലെ ഏത് എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് n-ൽ തന്നെ കിട്ടുക. അതിനാണല്ലോ ഐഡിയൽ എന്ന് പറയാം. ആറിലുള്ള ഏത് എലമെൻറ്റും, ഇപ്പോൾ ആറുള്ള ഏത് എലമെൻറ്റ്, ഇതിലിപ്പോൾ ഒരു എലമെൻറ്റാണ് ആറ്, n-ലുള്ള ഒരു എലമെൻറ്റാണ് ഇപ്പോൾ ഒരു n എന്നെടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R ഇൻറ്റു n എവിടെ തന്നെ ഉണ്ടാവും? n-ൽ തന്നെ ഉണ്ടാവും. ഒരു അട്രാക്ഷൻ പോലെ. ഇപ്പോൾ ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ n-ന് ഞാൻ 0 എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. n-ന് 0 എന്ന് കൊടുത്തു. n-ന് 0 എന്ന് കൊടുത്ത് എന്താ സംഭവിക്കുക? ആറുള്ള ഏത് ടേം എടുത്തു കഴിഞ്ഞാലും R ഇൻറ്റു 0 എന്താ വരിക? 0 വരും. 0 ഇവിടെ ഉണ്ട്, n-ലുണ്ട്. അതിനെയാണ് ഐഡിയൽ എന്ന് പറയാം കേട്ടോ. അങ്ങനെ n ഒരു ഐഡിയൽ ഓഫ് R ആണെങ്കിൽ, n ഒരു ആറിൻ്റെ ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ കണ്ടെയ്നിങ് എ യൂണിറ്റ്, അതിനൊരു യൂണിറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആ എലിമെൻറ്റ് അതിൻ്റെ ഇൻവേഴ്സും അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണല്ലോ യൂണിറ്റ് എന്ന് പറയാം. യു ഉണ്ടെങ്കിൽ യു ഇൻവേഴ്സും ഉണ്ടാവും. അങ്ങനത്തെ എലമെൻറ്റിനെയാണല്ലോ നമ്മൾ യൂണിറ്റ് എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n ഈക്വൽ ടു R ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? R ഈസ് എ റിംഗ് വിത്ത് യൂണിറ്റി. R ഒരു റിംഗ് ആണെന്ന് തന്നിട്ടുണ്ട് വിത്ത് യൂണിറ്റി, അതിലൊരു യൂണിറ്റ് ഉണ്ട്. ആൻഡ് n ഈസ് എൻ ഐഡിയൽ ഓഫ് R. n എന്താണ്? ആറിൻ്റെ ഐഡിയലാണ്. ഐഡിയലാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സെറ്റാണ്, ഒരു സബ്റിങ് ആണ് n. ആറിൻ്റെ ഉള്ളിലെ സബ്റിങ് ആണ് n. എങ്ങനത്തെ സബ്റിങ് ആണ്? ആ സബ്റിങ്ങിലുള്ള ഏത് എലമെൻറ്റുമായിട്ടും ആറിലെ ഏത് എലമെൻറ്റായിട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് ആ n തന്നെ കിട്ടുന്നതിനെയാണ് നമ്മൾ ഐഡിയൽ എന്ന് പറയാം. ആ ഐഡിയലിൽ എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. ആ ഐഡിയലിലാണ് ആ യൂണിറ്റ് യു ഉള്ളത്. ദെൻ n ഈക്വൽ ടു R. അങ്ങനെയാണെങ്കിൽ n എന്തായിരിക്കും? Rന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു n Rൻ്റെ ഐഡിയലാണ് അല്ലേ? n Rൻ്റെ ഐഡിയലാണ്. n Rൻ്റെ ഐഡിയലാണെന്ന് പറഞ്ഞാൽ എന്താ? n Rൻ്റെ സബ്റിങ് ആണ്. Rൻ്റെ ഉള്ളിലാണ് n വരിക. ഓക്കെ, n സബ്സെറ്റ് ഓഫ് R നമുക്ക് കിട്ടിയല്ലോ. Rൻ്റെ ഉള്ളിലാണ് n വരിക. n സബ്റിങ് ഓഫ് R എന്നോ സബ്സെറ്റ് ഓഫ് R എന്നോ, എന്തായാലും Rൻ്റെ ഉള്ളിലാണ് n വരിക അല്ലേ? n Rൻ്റെ സബ്റിങ് ആണ്. ഓക്കെ, n സബ്സെറ്റ് ഓഫ് R. ഫസ്റ്റത്തെ ഞാൻ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി അടുത്തത് നമുക്കറിയാം R എന്ന് പറഞ്ഞാൽ എന്താ? റിംഗ് വിത്ത് യൂണിറ്റി ആണ് അല്ലേ? റിംഗ് വിത്ത് യൂണിറ്റി എന്ന് വെച്ചാൽ Rൻ്റെ ഉള്ളിൽ യു ഉണ്ടെങ്കിൽ അവിടെ യു ഇൻവേഴ്സും ഉണ്ടാവും. നമുക്ക് തന്നിട്ടുണ്ട് n ഈസ് എൻ ഐഡിയൽ ഓഫ് R കണ്ടെയ്നിങ് എ യൂണിറ്റ്. ആ യൂണിറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്തിൻ്റെ ഉള്ളിലാണ്? n-ൻ്റെ ഉള്ളിലാണ്. n-ൻ്റെ ഉള്ളിലാണ് ആ യു കണ്ടെയ്ൻ ചെയ്യുന്നത്. പിന്നെ ആ റിംഗ് വിത്ത് യൂണിറ്റി ആണ് അല്ലേ? അപ്പോൾ യു ഉണ്ടെങ്കിൽ യു ഇൻവേഴ്സും ഉണ്ട്. Rൻ്റെ ഉള്ളിൽ യു ഉണ്ട്, യു ഇൻവേഴ്സും ഉണ്ട്. നമുക്കറിയാം n-ലുള്ള ഏത് എലമെൻറ്റും Rലുള്ള ഏത് എലമെൻറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്താലും അത് n തന്നെ ഉണ്ടാവും എന്നാണല്ലോ ഐഡിയൽ പറയുന്നത്. അപ്പോൾ n-ലുള്ള ഏത് എലമെൻറ്റും പുറത്ത് Rലുള്ള ഏതൊരു എലമെൻറ്റ്, ഞാൻ അതിന് യു ഇൻവേഴ്സ് എടുത്തു. യു ഉണ്ടെങ്കിൽ യു ഇൻവേഴ്സ് ഉണ്ടാവും എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ ആ യു ഇൻവേഴ്സിനെ ഞാൻ എന്ത് ചെയ്തു? n-ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. n-ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും അത് എവിടെ തന്നെ ഉണ്ടാവണം? n-ലുണ്ടാവണം. n-ലുള്ളൊരു ടേം ആണല്ലോ യു. അപ്പോൾ യു ഇൻറ്റു യു ഇൻവേഴ്സ് എവിടെ തന്നെ ഉണ്ടാവണം? n-ലുണ്ടാവണം. യു ഇൻറ്റു യു ഇൻവേഴ്സ് എവിടെ തന്നെ ഉണ്ടാവണം? n-ൽ തന്നെ ഉണ്ടാവണം. യു ഇൻറ്റു ഇൻവേഴ്സ് പറഞ്ഞാൽ എന്താ? 1 എവിടെ തന്നെ ഉണ്ട്? n-ലുണ്ട്. അപ്പോൾ 1 എവിടെ ഉണ്ടെന്ന് കിട്ടി നമുക്ക്? n-ലുണ്ട് എന്ന് കിട്ടി. 1 എവിടെ ഉണ്ട്? n-ലുണ്ട്. അപ്പോൾ ഇതിലുള്ള ഏത് ടേം ഇൻറ്റു യു ചെയ്താലും n-ലുണ്ടാവും. ഇതിലുള്ള ഏത് ടേം ഇൻറ്റു 1 ചെയ്താലും അത് n-ലുണ്ടാവും. ഇതിലുള്ള ഏത് ടേം, ഞാനിപ്പോൾ തൽക്കാലം 6 എന്നെടുത്തു. 6 ഒരു 6 എന്നുള്ള റിങ്ങിലെ എലമെൻറ്റ്സ് ആണ് 6കൾ. ആ 6നോട് കൂടിയിട്ട് യു ഇൻറ്റു ചെയ്താലും അത് n-ലുണ്ടാവും. 6 ഇൻറ്റു 1 ചെയ്താലും n-ലുണ്ടാവും. 6 ഇൻറ്റു 1 ചെയ്തു, അത് n-ലുണ്ട്. 6 ഇൻറ്റു 1 ചെയ്തു, n-ലുണ്ട് എന്ന് വെച്ചാൽ 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ?
1 ഇൻറ്റു ആർ എന്ന് 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ 6 തന്നെയാണ്. അപ്പോൾ 6 എന്തിലുണ്ട്? എന്നിലുണ്ട്. എന്ന് വെച്ചാൽ 6 എന്ന റിങ്ങിലെ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് എന്നിലുണ്ട് എന്ന് വെച്ചാൽ എന്താ കിട്ടിയ? ആർ സബ്സെറ്റ് ഓഫ് എൻ എന്ന് കിട്ടി. നമുക്ക് നേരത്തെ എൻ സബ്സെറ്റ് ഓഫ് ആർ എന്ന് കിട്ടി. എന്തുകൊണ്ടാണ്? എൻ ഐഡിയലാണ്. ഐഡിയലാണെങ്കിൽ അത് സബ് റിംഗ് ആണ്. അപ്പോൾ എൻ സബ്സെറ്റ് ഓഫ് ആർ എന്ന് കിട്ടി. ഇവിടെ എന്ത് കിട്ടി? ആർ സബ്സെറ്റ് ഓഫ് എൻ എന്ന് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? ഐഡിയൽ ആയതുകൊണ്ട് തന്നെ ഈ എന്നിലുള്ള ഏത് ടേമും ആറിലുള്ള ഏത് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എന്നിൽ തന്നെ കിട്ടും. എന്നിലുള്ള ഒരു ടേമാണ് യു, ആറിലുള്ള ഒരു ടേമാണ് യു ഇൻവേഴ്സ്. യു ഇൻറ്റു യു ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും? എന്നിലുണ്ടാവും. യു ഇൻറ്റു യു ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 എവിടെയുണ്ട്? എന്നിലുണ്ട്. 1നോട് ഇതിൽ ഏത് ആർ എന്ന റിങ്ങിലെ ഏത് എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് എന്നിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ 1 ഇൻറ്റു ആർ എന്താണ്? 6 തന്നെയാണ്. അപ്പോൾ ഏതൊരു എലമെൻറ്റ് ആർ എന്ന റിങ്ങിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അത് എന്നിൽ കിട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ സബ്സെറ്റ് ഓഫ് എൻ എന്ന് പറയാൻ പറ്റും. എൻ സബ്സെറ്റ് ഓഫ് ആർ എന്നും ആർ സബ്സെറ്റ് ഓഫ് എൻ എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ ഈക്വൽ ടു ആർ എന്ന് പറയാൻ പറ്റും. ഇനി ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ, നമ്മളെ എക്സാമിനൊക്കെ എങ്ങനെയാണ് എഴുതാന്ന് കാണിച്ചു തരാം. എൻ ഈസ് എൻ ഐഡിയൽ ഓഫ് ആർ. എൻ ആറിൻ്റെ ഒരു ഐഡിയലാണ്. ദെർഫോർ എൻ ഈസ് എ സബ്റിങ് ഓഫ് ആർ. എൻ സബ്റിങ് ഓഫ് ആർ എന്ന് നമുക്ക് കിട്ടി. എൻ ഈസ് എ സബ്റിങ് ഓഫ് ആർ. ഇതാ നമ്മൾ ഈ ചെയ്ത സംഭവം. ഓക്കെ, എൻ സബ്റിങ് ഓഫ് ആർ, ഇക്വേഷൻ നമ്പർ 1. ഇനി എൻ ഈസ് എൻ ഐഡിയൽ ഓഫ് ആർ കണ്ടെയ്നിങ് എ യൂണിറ്റ് യു. എൻ ഈസ് എൻ ഐഡിയൽ ഓഫ് ആർ കണ്ടെയ്നിങ് എ യൂണിറ്റ് യു അല്ലേ. എൻ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയലാണ്, ആറിൻ്റെ ഐഡിയലാണ്. കണ്ടെയ്നിങ് എ യൂണിറ്റ് യു എന്ന് പറഞ്ഞ യൂണിറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. യു ബിലോങ്സ് ടു എൻ വെർ യു ഇസ് എ യൂണിറ്റ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എലമെൻറ്റ് വിച്ച് ഹാസ് ഇറ്റ്സ് ഇൻവേഴ്സ്. യു ബിലോങ്സ് ടു എൻ ഇംപ്ലൈസ് യു ബിലോങ്സ് ടു ആർ സിൻസ് എൻ ഇസ് എ സബ്റിങ് ഓഫ് ആർ. യു എന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ യു എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും. കാരണം എന്താണ്? ആറിലെ ഒരു സബ്റിങ് ആണ് എൻ. സോ യു ഇൻവേഴ്സ് ബിലോങ്സ് ടു ആർ. യു ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? യു ഇൻവേഴ്സ് ഉണ്ടാവും. യു ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? യു ഇൻവേഴ്സ് ഉണ്ടാവും. കാരണം എന്താ? കണ്ടെയ്നിങ് എ യൂണിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. യു ഉണ്ടെങ്കിൽ യു ഇൻവേഴ്സ് ഉണ്ടാവും, അതാണ് യൂണിറ്റ്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് എൻ ബി സബ്സെറ്റ് ഓഫ് എൻ ഫോർ ഓൾ ബി ബിലോങ്സ് ടു ആർ. ഇതൊരു ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ എൻ കൊണ്ട് ആറിലുള്ള ഏത് എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് എന്നിൽ തന്നെ ഉണ്ടാവും അല്ലേ. എൻ കൊണ്ട് ആറിലുള്ള ഏത് ടേം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് എന്നിൽ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ 6 ഇൻറ്റു എൻ എവിടെ തന്നെ ഉണ്ടാവും? എന്നിൽ തന്നെ ഉണ്ടാവും. എന്നിലുള്ള ഏത് എലമെൻറ്റും ആറിലുള്ള ഏത് എലമെൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് എന്നിൽ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ 6 ഇൻറ്റു എൻ എന്നിൽ തന്നെ ഉണ്ടാവും. അതാണല്ലോ ഐഡിയൽ. ഞാനതിന് ആറിന് പകരം ഇവിടെ 6 ആണ് കൊടുത്തത്. ആ 6ന് പകരം ഞാൻ ഇവിടെ ബി എന്ന് കൊടുത്തു. എൻ ബി സബ്സെറ്റ് ഓഫ് എൻ ഫോർ ഓൾ ബി ബിലോങ്സ് ടു ആർ. എന്നിലുള്ള ഏത് എലമെൻറ്റും ആറിലുള്ള ഏത് എലമെൻറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് എന്നിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ആറിലുള്ള ഒരു ടേമാണ് യു ഇൻവേഴ്സ് അല്ലേ. ആറിലുള്ള ഒരു ടേമാണ് യു ഇൻവേഴ്സ്. അപ്പോൾ എൻ ഇൻറ്റു യു ഇൻവേഴ്സ് എവിടെ തന്നെ ഉണ്ടാവണം? എന്നിലുണ്ടാവണം. ഫോർ ഓൾ യു ഇൻവേഴ്സ് ബിലോങ്സ് ടു ആർ. ഇനി എന്നിലുള്ളൊരു ടേമാണല്ലോ യു ആണല്ലോ. എൻ കണ്ടെയ്നിങ് എ യൂണിറ്റ് യു ആണല്ലോ. എന്നിലുള്ളൊരു ടേമാണ് യു. അപ്പോൾ യു ഇൻറ്റു യു ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എൻ സിൻസ് യു ബിലോങ്സ് ടു എൻ. യു ഇൻറ്റു യു ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 എന്നിലുണ്ട്. ലെറ്റ് ആർ ബിലോങ്സ് ടു ആർ. ആർ എന്ന റിങ്ങിലുള്ള ഒരു എലമെൻ്റാണ് ആർ. ആർ ബിലോങ്സ് ടു എൻ. നമുക്കറിയാം എൻ ബി സബ്സെറ്റ് ഓഫ് എൻ ഫോർ ഓൾ ബി ബിലോങ്സ് ടു ആർ. ഇതന്നെ അല്ലേ ഐഡിയലിൻ്റെ ഇക്വേഷനാണ്. എൻ ബി സബ്സെറ്റ് ഓഫ് എൻ ഫോർ ഓൾ ബി ബിലോങ്സ് ടു ആർ. ബിക്ക് പകരം ആർ എന്ന് കൊടുത്തു അല്ലേ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എന്ന റിങ്ങിലെ എലമെൻറ്റുകളാണ് ആർ. അപ്പോൾ എൻ ആർ സബ്സെറ്റ് ഓഫ് എൻ എന്ന് വന്നു. എന്നിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും? 1 ബിലോങ്സ് ടു എൻ ആണ്. അപ്പോൾ 1 ആർ ബിലോങ്സ് ടു എൻ. 1 ആർ എന്ന് പറഞ്ഞാൽ ആർ ബിലോങ്സ് ടു എൻ. അപ്പോൾ എന്ത് കിട്ടി? ആറിലുള്ള ഒരു എലമെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ അത് എന്നിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ ആറിലുള്ള ഏത് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അത് എന്നിലുണ്ട്. അപ്പോൾ ആർ സബ്സെറ്റ് ഓഫ് എൻ. നേരത്തെ നമുക്ക് എൻ സബ്സെറ്റ് ഓഫ് ആർ എന്ന് കിട്ടി. നേരത്തെ നമുക്ക് എൻ സബ്സെറ്റ് ഓഫ് ആർ എന്ന് കിട്ടി. ഇവിടെ ആർ സബ്സെറ്റ് ഓഫ് എൻ എന്ന് കിട്ടി. ഫ്രം 1 എൻ ടു ആർ ഈക്വൽ ടു എൻ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? നമുക്ക് എന്താ കാണേണ്ടത്? ആർ റിംഗ് വിത്ത് യൂണിറ്റി ആണ്. എൻ ഒരു ഐഡിയൽ ഓഫ് ആർ ആണെന്നുണ്ടെങ്കിൽ എൻ ഈക്വൽ ടു ആർ അല്ലേ. ആർ എന്ന് പറഞ്ഞാൽ ഒരു റിംഗ് ആണ് വിത്ത് യൂണിറ്റി. ആൻഡ് എൻ ഈസ് എൻ ഐഡിയൽ. എൻ ഒരു ഐഡിയൽ ആണ് കണ്ടെയ്നിങ് എ യൂണിറ്റ്. ദെൻ എൻ ഈക്വൽ ടു ആർ. അങ്ങനെയാണെങ്കിൽ എന്നും ആർ ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അതിനെന്താ ചെയ്യേണ്ടത്? എൻ ഒരു ഐഡിയൽ ആണ് എന്നുണ്ടെങ്കിൽ ആറിൻ്റെ സബ്റിങ് ആയിരിക്കും എൻ. അപ്പോൾ നമുക്ക് എൻ സബ്സെറ്റ് ഓഫ് ആർ എന്ന് കിട്ടി. ഇനി എൻ കണ്ടെയ്നിങ് എ യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യു ഉണ്ടെങ്കിൽ യു ഇൻവേഴ്സും ഉണ്ടാവും. അപ്പോൾ എന്നിലുള്ള ഒരു എലമെൻ്റാണ് യു എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ യു ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും? യു ഉണ്ടെങ്കിൽ യു ഇൻവേഴ്സും ആറിലുണ്ടാവും അല്ലേ.
ആറിൽ യു ഉണ്ടെങ്കിൽ ആറിൽ യു ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പം n ഇൻറ്റു ആറിൽ ഏത് ടേം ചെയ്ത് കഴിഞ്ഞാലും അത് എന്നെ തന്നെ കിട്ടും. അപ്പോൾ n ഇൻറ്റു യു ഇൻവേഴ്സ്, ആറിലുള്ള ടേമാണ് യു ഇൻവേഴ്സ്, n ഇൻറ്റു യു ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് n, എന്നിലുള്ളൊരു ടേമാണ് യു ഇൻറ്റു യു ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് n, യു ഇൻറ്റു യു ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 എന്നിലുള്ള ഒരു എലമെൻ്റ് ആണെന്ന് കിട്ടി, 1 എന്നിലുള്ള ഒരു എലമെൻ്റ് ആണെന്ന് കിട്ടി. ഇനി ആറിലുള്ള ഏത് എലമെൻറ്റും 1നോട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നിലുണ്ടാവും. അപ്പോൾ ആറിലുള്ള ഏത് ടേം എടുത്തു കഴിഞ്ഞാലും എടുത്തു കഴിഞ്ഞാലും ഇൻറ്റു എന്നിലുള്ള ടേം 1 ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നിലുണ്ടാവും കിട്ടി. അപ്പോൾ 6 സബ്സെറ്റ് ഓഫ് n എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ആറിലെ ഒരു ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് എന്നിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ 6 സബ്സെറ്റ് ഓഫ് n എന്ന് കിട്ടി. n സബ്സെറ്റ് ഓഫ് 6 എന്നും 6 സബ്സെറ്റ് ഓഫ് n എന്നും കിട്ടിക്കഴിഞ്ഞാൽ n = 6 എന്ന് എഴുതാൻ പറ്റും.